വിലാപങ്ങൾ 3-ാം അധ്യായം. അവിടുത്തെ ക്രോധത്തിന്റെ ദണ്ഡനം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. പ്രകാശത്തിലേക്കല്ല, കൂരിരുട്ടിലേക്കാണ് അവിടുന്ന് എന്നെ തള്ളിവിട്ടത്. അവിടുത്തെ കരം ദിവസം മുഴുവൻ വീണ്ടും വീണ്ടും പതിക്കുന്നത് എൻ്റെ മേലാണ്. എൻ്റെ മാംസവും തൊലിയും ജീർണിക്കാൻ അവിടുന്ന് ഇടയാക്കി. എൻ്റെ അസ്ഥികളെ അവിടുന്ന് തകർത്തു. അവിടുന്ന് എന്നെ ആക്രമിക്കുകയും യാതനയും ദുരിതവും കൊണ്ട് എന്നെ പൊതിയുകയും ചെയ്തു. പണ്ടേ മരിച്ചവനെ എന്ന പോലെ എന്നെ അവിടുന്ന് അന്ധകാരത്തിൽ പാർപ്പിച്ചു. രക്ഷപ്പെടാതിരിക്കാൻ അവിടുന്ന് എനിക്ക് ചുറ്റും മതില് കെട്ടി. ഭാരമുള്ള ചങ്ങലകൾ കൊണ്ട് എന്നെ ബന്ധിച്ചു. ഞാൻ വിളിച്ചപേക്ഷിക്കുന്നെങ്കിലും അവിടുന്ന് എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നില്ല. ചെത്തിയെടുത്ത കല്ലുകൊണ്ട് അവിടുന്ന് എൻ്റെ വഴി അടച്ചു. എൻ്റെ പാതകളെ അവിടുന്ന് വളഞ്ഞതാക്കി. അവിടുന്ന് എനിക്ക് പതിയിരിക്കുന്ന കരടിയെപ്പോലെയും ഒളിച്ചിരിക്കുന്ന സിംഹത്തെപ്പോലെയുമാണ്. അവിടുന്ന് എന്നെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി ചീന്തിക്കേറി ഏകനായി ഉപേക്ഷിച്ചു. അവിടുന്ന് വില്ലുകുലച്ച് എന്നെ അസ്ത്രത്തിന് ലക്ഷ്യമാക്കി. അവിടുന്ന് ആവനാഴിയിലെ അമ്പ് എൻ്റെ ഹൃദയത്തിലേക്ക് അയച്ചു. ഞാൻ ജനതകൾക്ക് പരിഹാസപാത്രമായി. ദിവസം മുഴുവൻ അവർ എന്നെ പരിഹസിച്ച് പാടുന്നു. അവിടുന്ന് എന്നെ കയ്പുകൊണ്ട് നിറച്ചു. അവിടുന്ന് എന്നെ കാഞ്ഞിരം കൊണ്ട് മത്തു പിടിപ്പിച്ചു. കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും എനിക്കിട വരുത്തി. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല. സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു. അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അത് എനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവൻ്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. അവൻ മുഖം മണ്ണിൽ പൂഴ്ത്തട്ടെ. ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. അവൻ്റെ കവിൾത്തടം തല്ല് ഏറ്റുവാങ്ങട്ടെ. നിന്ദനം കൊണ്ട് അവൻ നിറയട്ടെ. എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരത്തിന് അനുസൃതമായി ദയ കാണിക്കും. അവിടുന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. തടവുകാരെ ചവിട്ടിമെതിക്കുന്നതും അത്യുന്നതന്റെ സന്നിധിയിൽ മനുഷ്യന്റെ അവകാശത്തെ തകിടം മറിക്കുന്നതും മനുഷ്യന് നീതി നിഷേധിക്കുന്നതും കർത്താവ് അംഗീകരിക്കുന്നില്ല. കൽപ്പന കൊണ്ട് മാത്രം കാര്യം നടപ്പിലാക്കാൻ ആർക്ക് കഴിയും? കർത്താവിനല്ലാതെ ആർക്ക്? അത്യുന്നതന്റെ അധരത്തിൽ നിന്നല്ലേ നന്മയും തിന്മയും വരുന്നത്. മനുഷ്യൻ വെറും മർത്യൻ. ജീവിക്കുന്നിടത്തോളം കാലം തൻ്റെ പാപത്തിന് കിട്ടിയ ശിക്ഷയെപ്പറ്റി എന്തിന് പരാതിപ്പെടുന്നു? നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കലേക്ക് തിരിയുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിലേക്ക് ഉയർത്താം. ഞങ്ങൾ പാപം ചെയ്തു, ധിക്കാരം കാണിച്ചു. അവിടുന്ന് മാപ്പ് നൽകിയില്ല. അവിടുന്ന് കോപം പൂണ്ട് ഞങ്ങളെ പിന്തുടർന്നു. ഞങ്ങളെ നിഷ്കരണം വധിച്ചു. ഒരു പ്രാർത്ഥനയും കടന്ന് ചെല്ലാവാനാവാത്ത വിധം അവിടുന്ന് മേഘം കൊണ്ട് ആവൃതനായി. ജനതകളുടെ ഇടയിൽ ഞങ്ങളെ അവിടുന്ന് ചപ്പും ചവറുമാക്കി. ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ വായ് പിളർന്നു. സംഭ്രാന്തിയും കെണിയും ഞങ്ങളുടെ മേൽ പതിച്ചു. വിനാശവും ശൂന്യതയും ഞങ്ങളെ ഗ്രസിച്ചു.
എൻ്റെ ജനതയുടെ പുത്രിക്കുണ്ടായ നാശം നിമിത്തം എൻ്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകുന്നു. എൻ്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും. കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നതുവരെ അത് നിലയ്ക്കുകയില്ല. എൻ്റെ നഗരത്തിലെ കന്യകമാരുടെ വിധി എൻ്റെ കണ്ണുകളെ ദുഃഖപൂർണമാക്കുന്നു. അകാരണമായി എൻ്റെ ശത്രുവായവർ എന്നെ പക്ഷിയെ എന്ന പോലെ വേട്ടയാടി. അവർ എന്നെ ജീവനോടെ കുഴിയിൽ തള്ളി. അവർ എൻ്റെ മേൽ കല്ലുരുട്ടി വെച്ചു. വെള്ളം എന്നെ മൂടി. ഞാൻ നശിച്ചു എന്ന് ഞാൻ പറഞ്ഞു. കുഴിയുടെ അടിയിൽ നിന്ന്, കർത്താവെ, ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. സഹായത്തിനായുള്ള എൻ്റെ നിലവിളിക്കെതിരെ അവിടുത്തെ ചെവി അടയ്ക്കരുതേ എന്ന് എൻ്റെ യാചന അവിടുന്ന് കേട്ടു. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു. ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു. കർത്താവെ, അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി. അവിടുന്ന് എൻ്റെ ജീവനെ രക്ഷിച്ചു. കർത്താവെ, എനിക്കേറ്റ ദ്രോഹം അവിടുന്ന് കണ്ടു. എനിക്ക് വേണ്ടി നീതി നടത്തണമേ. അവരുടെ പ്രതികാരവും അവർ എനിക്ക് വേണ്ടി വെച്ച കെണികളും അവിടുന്ന് കണ്ടു. കർത്താവെ, അവരുടെ നിന്ദനങ്ങളും ദുരാലോചനകളും അവിടുന്ന് കേട്ടു. എന്നെ ആക്രമിക്കുന്നവരുടെ വാക്കുകളും വിചാരങ്ങളും ദിവസം മുഴുവൻ എനിക്ക് എതിരായിട്ടാണ്. അവരുടെ ഇരിപ്പും നിൽപ്പും അവിടുന്ന് കാണണമേ. ഞാനാണ് അവരുടെ പരിഹാസഗാനങ്ങളുടെ വിഷയം. കർത്താവെ, അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ. അവരുടെ ഹൃദയത്തെ മരവിപ്പിക്കണമേ. അവിടുത്തെ ശാപം അവരുടെ മേൽ പതിക്കട്ടെ. കർത്താവെ, കോപത്തോടെ അവരെ പിന്തുടർന്ന് അവിടുത്തെ ആകാശത്തിൻ കീഴിൽ നിന്ന് അവരെ നശിപ്പിക്കണമേ.